നമസ്കാരം. കർക്കിടക മാസത്തിലെ അമാവാസി തർപ്പണം വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഈ ഒരു സമയത്ത് ഹൈന്ദവരായ നമ്മളിൽ നിരവധി സംശയങ്ങൾ വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സംശയങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിലുപരിയായിട്ട് മനസ്സിലുദിക്കുന്ന ഒരാശയമാണ്, എന്തിനാണ് നമ്മൾ പിതൃതർപ്പണം ചെയ്യുന്നത് എന്ന്. അതിൽ ജീവതോ വാക്യകരണാത് ക്ഷയാഹേ ഭൂരിഭോജനാത് ഗയായാം പിണ്ടദാനശ്ച ത്രിഭി പുത്രസ്യത പുത്രത എന്ന വാക്യമനുസരിച്ച് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ആജ്ഞയെ കൃത്യമായി പരിപാലിക്കുകയും മരണാനന്തരം ശ്രാദ്ധം അനുഷ്ഠിക്കുകയും ഗയാശ്രാദ്ധം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് പുത്രനിൽ പുത്രത എന്ന വിശേഷം ഉണ്ടാവുന്നത്. അതായത് നമുക്കുള്ള സംശയം, ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയാൽ പോരെ, ശ്രാദ്ധം അനുഷ്ഠിക്കണോ എന്നുള്ളതാണ്. അതിൻ്റെ മറുപടിയാണ് ക്ഷയാഹേ ഭൂരിഭോജനം എന്ന് പറയുന്നത്. മരണത്തിന് ശേഷം നാം നമ്മുടെ പിതൃപിതാമഹന്മാർക്ക് ശ്രാദ്ധമൂട്ടണം എന്ന് തന്നെയാണ്. ഈ ശ്രാദ്ധത്തിൻ്റെ തത്വം അറിയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നോക്കാൻ കൂടിയിട്ടുള്ള ഒരു ബാധ്യത, ഒരു കർത്തവ്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തുടർന്ന് വരുന്ന സംശയം, എല്ലാവരും പിതൃബലി ചെയ്യണം? അമാവാസി തർപ്പണം എന്ന് പറയുന്നത് വീട്ടിൽ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ചെയ്താൽ പോരെ എന്നുള്ള ഒരു സംശയം. മരണം നടക്കാത്ത കുടുംബങ്ങളില്ല. എങ്കിൽ കൂടി നമ്മളിപ്പോൾ അണുകുടുംബമായി താമസിക്കുമ്പോൾ അച്ഛനും മുത്തച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ എന്തിന് അമാവാസി തർപ്പണം ചെയ്യണം എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഹൈന്ദവ അനുഷ്ഠാന പ്രകാരം ഓരോ മനുഷ്യനും ദേവ ഋഷി പിതൃ തർപ്പണങ്ങൾ നിത്യവും അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ദേവതർപ്പണവും ഋഷിതർപ്പണവും പിതൃതർപ്പണവും ശ്രദ്ധയോടുകൂടി ഏതൊരു മനുഷ്യനും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ്, പിതൃതർപ്പണം എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. നമുക്ക് നിത്യേന ചെയ്യുന്ന തർപ്പണ രീതിയുണ്ട്, മാസികമായി ചെയ്യുന്ന തർപ്പണ രീതിയുണ്ട്. എന്നാൽ പൊതുവെ ഹിന്ദു സമൂഹം ഒന്നടങ്കം ചെയ്യുന്ന തർപ്പണമാണ് കർക്കിടക മാസത്തിലെ അമാവാസി. കർക്കിടക മാസത്തിലെ അമാവാസിയുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, പിതൃക്കന്മാരുടെ കാലഘട്ടമായിട്ടാണ് ദക്ഷിണായനത്തിനെ കണക്കാക്കുന്നത്. കർക്കിടകം 1 തുടങ്ങി ധനുമാസം അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ദക്ഷിണായനം. ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം വരുന്ന അമാവാസിയാണ് കർക്കിടകത്തിലെ അമാവാസി. ഈ സമയമാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഹൈന്ദവ സമൂഹം ഈ പിതൃതർപ്പണം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ആ സമയം എല്ലാവരും ഈ പിതൃതർപ്പണം അനുഷ്ഠിക്കേണ്ടതാണ്.